ദേശീയപാത 66 മുമ്പ് NH-17 എന്ന് അറിയപ്പെട്ടിരുന്ന കേരളത്തെ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ബന്ധിപ്പിച്ചിരുന്ന കേരളത്തിലെ മുഖ്യ ദേശീയപാത. പനവേൽ മുതൽ കന്യാകുമാരി വരെ പടിഞ്ഞാറൻ തീരപ്രദേശത്തു കൂടി കടന്നു പോകുന്ന ദേശീയപാത. കേരളത്തിൻ്റെ വാണിജ്യ, വ്യവസായ, ഗതാഗത മേഖലയിൽ മുഖ്യ പങ്ക് വഹിച്ചിരുന്ന ഒരു പ്രധാന റോഡാണിത്. കേരളത്തിലെ പ്രധാന നഗരങ്ങളായ തിരുവനന്തപുരം, കൊച്ചി, കോഴിക്കോട് എന്നിവയെയും ധാരാളം ചെറിയ പട്ടണങ്ങളെയും ഈ റോഡ് ബന്ധിപ്പിക്കുന്നു. കൊച്ചി തുറമുഖത്തിൻ്റെയും വല്ലാർപാടം കണ്ടെയ്നർ ടെർമിനലിൻ്റെയും വളർച്ചയും കേരളത്തിലെ ഉയർന്ന നഗരവൽക്കരണത്തിൻ്റെയും ജനസാന്ദ്രതയുടെയും കാരണത്താൽ ദേശീയപാത 66ൻ്റെ വികസനം അത്യാവശ്യമായി വന്നിരുന്നു. കുറഞ്ഞ റോഡ് സൗകര്യം മൂലം കേരളത്തിൽ റോഡ് ഗതാഗതം അസഹനീയമായി മാറിയിരുന്നു. കേരളത്തിലെ ഉയർന്ന ജനസാന്ദ്രത കേരളത്തിൻ്റെ റോഡ് വികസനത്തിന് വലിയ തടസ്സമായി നിന്നു. റോഡിൻ്റെ വീതി കൂട്ടുന്നതിനും സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും ഭൂമി ഏറ്റെടുക്കൽ വളരെ പ്രയാസമുള്ളതായിരുന്നു. പ്രത്യേക നഷ്ടപരിഹാര പുനരധിവാസ പദ്ധതികൾ പ്രഖ്യാപിച്ചതിലൂടെ ഭൂമി ഏറ്റെടുക്കുന്നതിനുള്ള എതിർപ്പുകൾ പരമാവധി കുറയ്ക്കാനും സ്ഥലമേറ്റെടുപ്പ് വേഗത്തിലാക്കാനും സാധിച്ചു. കേരളം പോലുള്ള ജനസാന്ദ്രത കൂടിയ ഒരു സംസ്ഥാനത്ത് വികസന പദ്ധതികൾ നടപ്പിലാക്കുമ്പോൾ സ്വാഭാവികമായും എതിർപ്പുകൾ ഉയർന്നുവരും. പ്രാദേശികമായി ജനങ്ങളെ വിശ്വാസത്തിലെടുക്കാതെ ഒരു വികസന പദ്ധതിയും നല്ല രീതിയിൽ നടപ്പിലാക്കാനാവില്ല. കൂടാതെ ന്യായമായ പുനരധിവാസവും നഷ്ടപരിഹാരവും പ്രഖ്യാപിക്കുകയും അത് സമയബന്ധിതമായി അർഹതപ്പെട്ടവർക്ക് നൽകുകയുമാണെങ്കിൽ ജനങ്ങളെ വിശ്വാസത്തിലെടുക്കാനും വികസന പദ്ധതികൾ നല്ല രീതിയിൽ നടപ്പിലാക്കാനും കഴിയും. പലപ്പോഴും വികസന പദ്ധതികൾക്ക് വേണ്ടി ഭൂമി ഏറ്റെടുക്കുമ്പോൾ ന്യായമായ നഷ്ടപരിഹാരം ലഭിക്കാതിരിക്കുന്നതും കൃത്യമായ പുനരധിവാസ പദ്ധതി നടപ്പിലാക്കാതിരിക്കുകയും അവ സമയബന്ധിതമായി കാര്യക്ഷമമായി പെട്ടെന്ന് തന്നെ അർഹതപ്പെട്ടവർക്ക് ലഭിക്കാതിരിക്കുന്നതുമാണ് വികസന പദ്ധതികൾ നടപ്പിലാക്കുമ്പോൾ ജനങ്ങളിൽ നിന്ന് ഇത്രയധികം എതിർപ്പ് ഉയർന്നു വരാനുള്ള പ്രധാന കാരണം. വികസന പദ്ധതികളുടെ പേരിൽ കുടിയിറക്കപ്പെട്ട് ന്യായമായ നഷ്ടപരിഹാരം പോലും ലഭിക്കാതെ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ധാരാളം പേരെ കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലായി കാണാൻ സാധിക്കും. കാലാനുസൃതമായി പുനരധിവാസ നഷ്ടപരിഹാര പാക്കേജുകൾ ന്യായമായ രീതിയിൽ പുനഃപരിശോധിച്ച് പുതുക്കുന്നതിനും ഉയർത്തുന്നതിനും സർക്കാരുകൾ തയ്യാറാകണം. അടുത്ത 10 വർഷത്തിനുള്ളിൽ തന്നെ ദേശീയപാത 66 കേരളത്തിൻ്റെ പ്രധാന ചരക്ക് നീക്ക ഇടനാഴിയായി മാറും. നിലവിൽ ഇന്ത്യയിലെ തന്നെ പ്രധാന മദർ പോർട്ടായിട്ടുള്ള വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ വികസനവും പ്രവർത്തനം പൂർണ്ണതോതിലേക്ക് എത്തുന്നതും വിഴിഞ്ഞത്തിൽ നിന്നും രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്കുള്ള റോഡ് മാർഗമുള്ള ചരക്ക് നീക്കത്തിന് ദേശീയപാതയുടെ വികസനം ഉപകാരപ്പെടും. വിഴിഞ്ഞത്ത് നിന്നും കേരളത്തിൻ്റെ വടക്കോട്ടും മംഗലാപുരം, ഗോവ, മുംബൈ തുടങ്ങിയ പ്രദേശങ്ങളിലേക്കുമുള്ള റോഡ് ചരക്ക് നീക്കത്തിന് ഒരു പ്രധാന ഇടനാഴിയായി ഈ പാത മാറുന്നതാണ്. അതുകൊണ്ട് തന്നെ വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ വികസനവും പ്രവർത്തനവും ഈ റോഡിൻ്റെ പ്രാധാന്യം വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കും.